യഹോവ ഇസ്രായേലിനോട് പറഞ്ഞത്, നിന്റെ വീട്ടിൽ ഒരു ദാസനോ ദാസിയോ ഉണ്ടെങ്കിൽ അവൻ 6 സംവത്സരം നിന്നെ സേവിച്ച് 7-ാം സംവത്സരത്തിൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. എന്നാൽ അവൻ നിന്നെ സ്നേഹിച്ച് ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചി എടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും നിനക്ക് ദാസനായിരിക്കണം. ഇതാണ് ദാസന്മാരോടുള്ള ബന്ധത്തിൽ പഴയ നിയമ പ്രമാണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ദാസനായി തീർന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം. ഫിലിപ്പേ ലേഖനം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്തു. എന്നിട്ട് താൻ എടുത്ത ക്രൂശിനോട് ചേർത്ത് തൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. ഗലാത്യ ലേഖനം പറയുന്നു, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്കു വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നാം എന്നേക്കും മക്കളായിരിക്കേണ്ടതിന് അവൻ നമുക്കായി തുളയ്ക്കപ്പെട്ടു. God bless you.